നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധിക വരുമാനം മോഹിപ്പിച്ച പരസ്യം, യുഎഇയിൽ തട്ടിപ്പിനിരയായി മലയാളികൾ, പിന്നാലെ കേസ്, യാത്രാവിലക്ക്. ദുബായിൽ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ജൂൺ മുതൽ വിലക്ക്, മുറുകെ പിടിക്കാം തുണിസഞ്ചി. കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹൃദയാഘാതം, അയൽവാസികളായ പ്രവാസികൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വിദേശത്ത് മരിച്ചു. റഹീം മോചനം, കേരളം കൈകോർത്തപ്പോൾ അക്കൗണ്ടിൽ ഒഴുകിയെത്തിയത് 47 കോടിയോളം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അധിക വരുമാനം മോഹിപ്പിച്ച പരസ്യം, യുഎഇയിൽ തട്ടിപ്പിനിരയായി മലയാളികൾ, പിന്നാലെ കേസ്, യാത്രാവിലക്ക്. വീട്ടിലിരുന്ന് നിമിഷനേരം കൊണ്ട് പണം സമ്പാദിക്കാമെന്ന പരസ്യം കണ്ടിറങ്ങിയ മലയാളികൾക്ക് ധനനഷ്ടം മാത്രമല്ല, നിയമപ്രശ്നങ്ങളും യാത്രാവിലക്കും. ഓൺലൈൻ പാർട്ട് ടൈം ജോലിയിലൂടെ അധിക വരുമാനം കണ്ടെത്താൻ ഇറങ്ങിയവരാണ് കുടുങ്ങിയത്. സാമാന്യം ഭേദപ്പെട്ട ജോലി ചെയ്യുന്ന 4 ചെറുപ്പക്കാരാണ് വഞ്ചിക്കപ്പെട്ടത്. തട്ടിപ്പാണെന്നറിയാതെ ദിവസേന 100 കണക്കിന് പേർ ചതിയിൽ വീഴുന്നെന്നാണ് സൂചന. ഇൻസ്റ്റഗ്രാം വീഡിയോക്കിടെ കണ്ട ഒരു പരസ്യമാണ് മലപ്പുറം സ്വദേശിയായ യുവാവിനെ ആകർഷിച്ചത്. 10 ഓൺലൈൻ പാർട്ട് ടൈമേഴ്സിനെ ആവശ്യമുണ്ട്. ദിവസേന ശമ്പളം 260, 850 ദിർഹം. പ്രായം 23 തൊട്ട് 58. മുൻപരിചയം ആവശ്യമില്ല. ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാം എന്നതായിരുന്നു പരസ്യം. പണി ക്രിപ്റ്റോ കറൻസിയാക്കൽ. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിശദാംശം ചോദിച്ചറിഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണെന്നും വരുന്ന ഫണ്ട് എടുത്ത് ക്രിപ്റ്റോ കറൻസിയാക്കി അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ചു കൊടുക്കുക മാത്രമാണ് ജോലിയെന്നും 1% കമ്മീഷൻ ലഭിക്കുമെന്നും വിശദീകരിച്ചു. ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് വൻതോതിൽ തുക വിദേശത്തേക്ക് അയക്കാൻ സാധിക്കില്ലെന്ന യുഎഇ നിയമം മറികടക്കാനാണ് പലരുടെയും അക്കൗണ്ടിൽ നിന്ന് അയക്കുന്നതെന്നും ഇത് നിയമവിധേയമാണെന്നും തട്ടിപ്പുകാർ പറഞ്ഞതിൽ വിശ്വസിച്ച് ഇറങ്ങിയവരാണ് കുടുങ്ങിയത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ദുബായിൽ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ജൂൺ മുതൽ വിലക്ക്, മുറുകെ പിടിക്കാം തുണിസഞ്ചി. ജൂൺ 1 മുതൽ ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായും നിരോധിക്കും. 25 പൈസ കൊടുത്താൽ പ്ലാസ്റ്റിക് ബാഗുകൾ ലഭിച്ചിരുന്നു. ഇതാണ് പൂർണ്ണമായും നിർത്തലാക്കുന്നത്. പകരം ഒന്നിലേറെ തവണ ഉപയോഗിക്കാവുന്ന തുണിസഞ്ചികളിലേക്ക് മാറാനാണ് നഗരസഭയുടെ നിർദ്ദേശം. 2026ഓടെ ഒറ്റത്തവണ തുണിസഞ്ചികളിലേക്ക് മാറാനാണ് നഗരസഭയുടെ നിർദ്ദേശം. 2026ഓടെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും ഘട്ടം ഘട്ടമായി നിർത്തലാക്കും. നിരോധന സമയം ലംഘിക്കുന്നവർക്ക് 200 ദിർഹം പിഴ ചുമത്തും. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷം ചെയ്യുന്നതുമൂലമാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നത്. 57 മൈക്രോമീറ്ററിൽ കൂടുതൽ കനം കുറഞ്ഞ എല്ലാത്തരം ബാഗുകൾ, ബയോഡിഗ്രേഡബിൾ ബാഗുകൾ എന്നിവയും നിരോധിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഖത്തർ ഇന്ത്യൻ സ്റ്റുഡന്റ് ക്ലബ് നസീം അൽ റബി ഹോസ്പിറ്റലുമായി സഹകരിച്ച നേത്രദന്ത പരിശോധന ക്യാമ്പ് നടത്തി. പരിപാടി ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം നിരവധി പദ്ധതികളാണ് ഇസ്ലാഹി സെന്റർ മുന്നോട്ട് വെക്കുന്നതെന്ന് ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ഷമീർ വലിയ വീട്ടിൽ പറഞ്ഞു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അബ്ദുൽ അലി ചായക്കര, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ അബ്ദുൽ അസീസ്, അബ്ദുൽ ലത്തീഫ് നല്ലളം, നസീം അൽ റബി, സീനിയർ കൺസൾട്ടന്റ് കോർപ്പറേറ്റ് റിലേഷൻ ആൻഡ് മാർക്കറ്റിംഗ് P അഷ്റഫ്, റഹീല അസീസ്, ഐനു നൂഹ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. ഹൃദയാഘാതം, അയൽവാസികളായ പ്രവാസികൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വിദേശത്ത് മരിച്ചു. അയൽവാസികളായ പ്രവാസികൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വിദേശത്ത് ഹൃദയാഘാതം മൂലം മരിച്ചു. എടവണ്ണ ഐന്തൂർ സ്വദേശികളായ ചെമ്മല 46 വയസ്സായ ഷിഹാബുദ്ദീൻ ദുബായിലും, ആസാദിന്റെ ഐന്തൂർ കരുവൻതുമ്പുറത്ത് ആസാദിന്റെ മകൻ 32 വയസ്സായ ഹാഫിഷ് ഖത്തറിലുമാണ് മരിച്ചത്. നാട്ടിൽ പോവാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ചെമ്മല ഷിഹാബുദ്ദീൻ ദുബായിൽ ഹൃദയാഘാതം മൂലം മരിച്ചത്. ഡ്രൈവറായിരുന്നു. തിങ്കളാഴ്ച രാവിലെ നടക്കാനിറങ്ങിയതിനു ശേഷം സുഹൃത്തുക്കളോടൊപ്പം മുറിയിൽ വിശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശനിയാഴ്ച മരിച്ചു. ചൊവ്വാഴ്ച നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തിരുന്നു. പരേതനായ ചെമ്മല മുഹമ്മദിന്റെയും നഫീസയുടെയും മകനാണ്. ഭാര്യ റസീന, മക്കൾ ഫാത്തിമ സിയ, സെല്ല, സഫ, മർവ.
ശനിയാഴ്ച ഉച്ചയോടെ താമസ സ്ഥലത്ത് വെച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹാഫിഷിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ റംല, മാതാവ് ഉമ്മുൽ-സമ ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മലപ്പുറം. റഹീം മോചനം. കേരളം കൈകോർത്തപ്പോൾ അക്കൗണ്ടിൽ ഒഴുകിയെത്തിയത് 47 കോടിയോളം. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മാർച്ച് ആദ്യവാരം ആരംഭിച്ച ക്രൗഡ് ഫണ്ടിംഗ് വഴി ഒഴുകിയെത്തിയത് 47 കോടിയോളം രൂപയാണെന്ന് റിയാദ് റഹീം സഹായ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ബാങ്കുകളിൽ അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റിയുടെ പേരിലും റഹീമിന്റെ മാതാവ് പാത്തു എന്നിവരുടെ പേരിലും ആരംഭിച്ച അക്കൗണ്ടുകളിലാണ് പ്രതീക്ഷിച്ചതിലേറെ തുക എത്തിയത്. സമാഹരിച്ച തുകയിൽ നിന്ന് റിയാദനം നൽകാനുള്ള 1.5 കോടി റിയാലിന് സമാനമായ ഇന്ത്യൻ രൂപയും വക്കീൽ ഫീസായി നൽകാനുള്ള 7.5 ലക്ഷം റിയാലിന് സമാനമായ ഇന്ത്യൻ രൂപയും ഇതിനോടകം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറി. പണം ലഭിച്ചതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിക്കുകയും ചെയ്തു. കേസിനായി ഇതുവരെ ചെലവഴിച്ച തുകയും പ്രതിഭാഗം വക്കീലിന് നൽകാനുള്ള ഫീസും ഉൾപ്പെടെ ഇനിയും ചിലവുകളുണ്ട്. വരവ് ചിലവ് ഉൾപ്പെടെയുള്ള കൃത്യമായ കണക്ക് ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം പ്രസിദ്ധീകരിക്കുമെന്നും സമിതി ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് തുടക്കത്തിൽ തന്നെ പണം സമാഹരിക്കൽ ആരംഭിച്ചെങ്കിലും ഏപ്രിൽ ആദ്യവാരത്തോടെയാണ് അക്കൗണ്ടിലേക്ക് പണം ഒഴുകി തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, സഖ്യ ന്യൂസ്, സൗദി അറേബ്യ. UAE-യിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.